ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാ, വേറെ ഒന്നുമല്ല. ഹരിയുടെ ബർത്ത്ഡേ ഇന്ന് കഴിഞ്ഞ ദിവസം. അപ്പൊ നമുക്ക് ബർത്ത്ഡേ അന്ന് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പൊ ഷിഫ്റ്റ് കഴിഞ്ഞ് വരികയാണ്. ഞാനപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട്, കാരണം ബർത്ത്ഡേ അന്ന് ഹരിക്കും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഹരിക്ക് ഡേ ഷിഫ്റ്റ് ആയിരുന്നു. ഹരി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഷിഫ്റ്റിന് പോയി, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഞാനപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വരണ വഴിയാണ്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഹരിനൊന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂണും ഹീലിയം ബലൂണും ഒരു കേക്കൊക്കെ വാങ്ങിച്ചാലോ. ഗിഫ്റ്റ് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറയണില്ല, അതെന്തായാലും അവളായിട്ട് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ബലൂൺ വാങ്ങിക്കാൻ വേണ്ടി ഞാനിവിടെ പിക്കറിംഗ് ഭാഗത്ത് പോർട്ട് യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഹീലിയൻ ബലൂൺ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നോക്കി നോക്കട്ടെ, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ ഇതൊരു കൺവീനിയൻസ് സ്റ്റോറാണിത്. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ബലൂൺ വാങ്ങിക്കണം, പിന്നെ ഗിഫ്റ്റ് എന്തായാലും ഉണ്ട്, പിന്നെ കേക്ക് വാങ്ങിക്കണം. അപ്പം ഇപ്പം സമയം ഏകദേശം ഒരു 8:45. അപ്പോൾ ബലൂൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 9:30 നമ്മുടെ കട തുറക്കുള്ളൂ കേക്കിൻ്റെ. അപ്പോൾ അവിടെ പോയിട്ട് കേക്കും കൂടെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് സർപ്രൈസ് കൊടുക്കാമെന്നാണ് പ്ലാൻ. എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതുണ്ട് ബലൂൺ ഷോപ്പ് എന്നും പറഞ്ഞിട്ട്, ഹീലിയം പാർട്ടി ബലൂൺസ് എന്നും പറഞ്ഞിട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു കടയുണ്ട്, ഇത് വളരെ ചെറിയൊരു കടയാണ്. ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബലൂണ് വേണ്ടിയിട്ട് ഒരു എൻ്റയർ സെക്ഷൻ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നല്ല സെറ്റപ്പ്, വെറൈറ്റി പിള്ളേർക്കും എല്ലാവർക്കും പറ്റിയ മോഡല്. സോ ഗൈസ്, ഇങ്ങനെ കണ്ടോ ആരെങ്കിലും? ബലൂൺ മൊത്തം ഞാൻ കവറിലാക്കി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വണ്ടി വെച്ച് കൊണ്ടുപോകണല്ലോ, കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പൊട്ടൻ ടൈപ്പ് ബലൂണല്ലോ കേട്ടോ, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനമാണിത്. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കളറായിട്ട് കാണിച്ചു തരാം. എന്തായാലും വണ്ടി വെച്ചിട്ട് ഇനി കേക്ക് വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ. ഗൈസ്, അപ്പോൾ ബലൂൺ വാങ്ങിച്ച് നമ്മുടെ അടുത്ത സെന്ററായ STCയിലെത്തിയിട്ട കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്ന് പോയില്ലേ സെന്റ് ജർമ്മൻ, അവിടെ നിന്ന് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, കട 9:00 ഉറക്കുള്ളൂ, 9:15 എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി സെറ്റ് ആകുമ്പോഴേക്കും തുറക്കിയിരിക്കുന്നു വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ STC സ്കാർബ്രോ ടൗൺ സെന്റർ. ഇതിൻ്റെ ഉള്ളിലെ കടകളൊക്കെ തുറക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ടൈം എടുക്കും, എന്നാലും കേക്ക് കട ആദ്യം തുറന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് വീട്ടിലെത്താലപ്പാ. വണ്ടിയുടെ സൗണ്ട് ക്ഷമിക്കണം. പിന്നെ ഇന്ന് ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് തണുപ്പില്ല, തണുപ്പ് നോർമലാ, ഒരു 1 ഡിഗ്രിയാണ് അങ്ങാണ്ടാണ്. അതുകൊണ്ട് പുറത്തേക്കൂടെ ഇങ്ങനെ നടക്കാൻ വലിയ വിഷയമില്ല. എന്നാലും അധികം നേരം നിന്നാൽ പല്ലടിക്കും കേട്ടോ. STCയിലെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ചിലത് മാത്രം തുറന്നിട്ടുള്ളൂ. നമ്മുടെ കട ഒരു 9:00 തുറന്നാൽ മതി. ഹാപ്പി ലൂണാർ ന്യൂ ഇയർ. ഓ, ചൈനീസുകാരെ ന്യൂ ഇയറിൻ്റെ സംഭവങ്ങളാണ്ടത്. കഴിഞ്ഞോ ഇല്ലയോ അറിയില്ല ഗൈസ്. ചേട്ടാ, ഇത് എവിടെയാണ്? ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഈ ഫുഡ് കോർട്ടാണ് തപ്പിക്കൊണ്ട് കിടക്കണം. ഫുഡ് കോർട്ട് കിട്ടി. യാ മാൻ, സെന്റ് ജർമ്മൻ തുറന്നിട്ടില്ല ഗൈസ്, തുറന്നിട്ടില്ല. ഐ ഹോപ്പ് 9:00 തുറന്നാൽ മതിയിരുന്നു. അപ്പോൾ കട ഇതുവരെയും തുറന്നിട്ടില്ല. 9:25 കട തുറക്കണതെന്ന് നോക്കിയിട്ട് കട ഫ്രണ്ടിൽ വന്ന് ഞാൻ ഇവിടെ ഇരിക്കേണ്ട കേട്ടോ. കട തുറക്കുമ്പോൾ ഇന്ന് ഫസ്റ്റ് കസ്റ്റമർ നമ്മേക്കുള്ള. എന്തായാലും ഈ കട അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അന്ന് വന്നതും. ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഞാൻ തന്നെ ഉറപ്പിച്ചണ്ട കേക്ക് ഇവിടെ തന്നെ വാങ്ങിക്കുള്ളൂ എന്ന്. അതാണ് ഇവിടെ തന്നെ വന്നത് ഞാൻ എന്തായാലും. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കേക്ക് വാങ്ങിക്കാം, നോക്കാം നമുക്ക് ഏത് കേക്കൊക്കെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കട നൈസായിട്ട് തുറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി കേക്ക് നോക്കിയിട്ട് കേക്ക് ഓർഡർ ചെയ്യാം. എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ട് കേക്കൊന്നും അധികം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. കേക്കുകൾ അധികം ഐറ്റംസ് ഇല്ല കേട്ടോ, ഓരോ ഐറ്റംസ് വന്നു തുടങ്ങണുള്ളൂ, അവരെടുത്ത് വെക്കണുള്ളൂ ഓരോന്ന്. ഈ മിക്സ്ഡ് ഫ്രൂട്ട് ഷോർട്ട് കേക്ക് എങ്ങനെയുണ്ട്? കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, എങ്ങനെയുണ്ടെന്നാവും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാണ് വാങ്ങിച്ചേക്കണം, 6 ഇഞ്ചിൻ്റെ കേക്ക്. ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കേക്ക് വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ട് നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ടോ കേക്കിൻ്റെ. കണ്ട ഹാൻഡിലും കത്തിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ? കത്തിരി ഞാൻ മറന്നു വരുന്നു. കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ വണ്ടി ചെല്ല നേരെ വീട്ടിൽ പോവാ. കണ്ട് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം. പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് കേട്ടോ. ആണ് ഞാൻ വീഡിയോ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്നത്. നമ്മുടെ വണ്ടി എത്തി. ഇനി സാധനം
വണ്ടിയിൽ സേഫായിട്ട് വെക്കാം നമുക്ക്. അതിനാദ്യം ഡോർ തുറക്കണം. കേക്ക് എടുക്കുന്നു. എൻ്റെ ബാഗ് പിടിപ്പിക്കണ്ട്. ബാഗ് നമുക്ക് നൈസായിട്ട് ബാക്കിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ദേ അങ്ങനെ പാർക്കിങ്ങിലെത്തിയിട്ടാ. മൊത്തം സാധനങ്ങൾ എൻ്റെ കയ്യിൽ, കേക്ക്, ഗിഫ്റ്റ്, ബലൂൺ ഒക്കെ കൂടെ ആയിട്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് ചെന്നിട്ട് ബാക്കിയുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കിട്ടിയാൽ ഞാൻ എടുക്കാം. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ഞാൻ ബലൂൺ ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയൻ്റെ വന്നിട്ടുണ്ട്. റൂമിൽ പോയി നോക്കി നോക്കാം നമുക്ക്. ഇത് കണ്ട ബലൂണൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഗിഫ്റ്റ് എല്ലാം ഉണ്ടിട്ട് ഇവിടെ നോക്കാം നമുക്ക്. ഹരി ഓം. One eternity later. You are my loving, beautiful wife. Anna. അല്ല. My true and trusted partner. അല്ല. A strong and sensitive, genuine and giving woman. അല്ല. I'm amazing in every way and I'm grateful every day to be your husband, share life and know your love. അല്ല. ഒന്നുമല്ല. നീ സോ ഗൈസ്, ബർത്ത്ഡേ ആയിട്ടപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ KFC ആണ് ഗൈസ്. KFC. ഹരി അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്തായാലും ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടൂല. വാട്ട് ഐ ഈറ്റ് എന്നും പറഞ്ഞിട്ട് ഹരി ഷോർട്സ് ഇടുന്നതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.